നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 കെമിസ്ട്രി ഈ ചാപ്റ്ററുകൾക്ക് മാർക്ക് വളരെ കൂടുതലാണ്. സംശയമില്ലാതെ എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങ് മറക്കും, നമുക്ക് വേണ്ട എന്നുള്ള രീതിയിൽ മറക്കും. പക്ഷേ ഇത് പബ്ലിക് എക്സാമിന് ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു 10% +2 ചോദിക്കുമെങ്കിലും ഒരു പൂർണ്ണമായും ഒരു സെക്കൻഡ് ഇയർ സെക്കൻഡ് ടൈം പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. D&F ബ്ലോക്ക് എലമെൻറ്റ്സ് മുതലാണ് കെമിസ്ട്രിയായിട്ട് തുടങ്ങുന്നത്. അവിടെ മുതൽ പിന്നെ അങ്ങോട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, നമ്മുടെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ്, അവിടെ വരെ നിങ്ങൾക്ക് പഠിക്കണം. ഈ 5 ചാപ്റ്റർ, അതായത് പ്രധാനമായും ഓർഗാനിക് കെമിസ്ട്രി എന്നതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന 5 ചാപ്റ്ററിൽ എല്ലാത്തിനും ഏകദേശം ഒരേപോലെ വെയിറ്റേജ് ആണെങ്കിൽ പോലും നമുക്ക് സമയമെടുത്ത് ഇപ്പം നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ ഓർഗാനിക് കെമിസ്ട്രി നല്ലതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യാം. സെക്കൻഡ് ടൈം നമ്മൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കി ഒരു ടോപ്പിക്ക് 2 ടോപ്പിക്ക് പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് ഉള്ള ടോപ്പിക്ക് നല്ല വൃത്തിയായിട്ട് പഠിക്കുക. വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് വെയിറ്റേജ് വളരെ കൂടുതലാണ്. അത് പ്രത്യേകിച്ച് +2 മൊത്തത്തിൽ കെമിസ്ട്രിയിൽ അതിനകത്ത് ക്രിസ്മസ് പരീക്ഷയ്ക്കും ഓർഗാനിക് കെമിസ്ട്രി നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ലാസ്റ്റ് 2 ചാപ്റ്റർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററും വേണം. അതായത് ബയോമോളിക്യൂൾസും അമീൻസും ഒഴിച്ച് ബാക്കി എല്ലാ ചാപ്റ്ററുകളും ഓർഗാനിക് കെമിസ്ട്രിയുടെ പഠിക്കുകയും വേണം. അന്നേരം നല്ലപോലെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അതിനല്ലാതെ ഒരു എളുപ്പ മാർഗം ഇതിനകത്ത് കെമിസ്ട്രിയിൽ നമുക്ക് ഇല്ല. അന്നേരം ഇത് ഈ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പം പഠിക്കുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുക. അത് പബ്ലിക് ഒരു 1.5 മാസം കഴിഞ്ഞ് മോഡൽ എക്സാം, 1 മാസം കഴിഞ്ഞ് മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഒക്കെ വേണ്ടി നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അന്നേരം ഓർഗാനിക് കെമിസ്ട്രി നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്.